എല്ലാവർക്കും ഓണാശംസകൾ. നല്ല പോഷകസമൃദ്ധമായ ഒരു പായസം റെസിപ്പിയാണിത്. ഈ പായസം ഉണ്ടാക്കാനുള്ള അട നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഒരു ബുദ്ധിമുട്ടുമില്ല. അട ഉണ്ടാക്കാനും പായസം ഉണ്ടാക്കാനും വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ പായസം ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് അമൃതം പൊടിയും അതിൻ്റെ കൂടെ 1 കപ്പ് ഒരു കപ്പ് ആട്ടപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇതിനാവശ്യത്തിന് ഉപ്പും ചേർക്കാം. നന്നായി നമുക്ക് ദോശമാവിൻ്റെ പരുവത്തിൽ മിക്സ് ചെയ്തെടുക്കാം. ഇതിനായിട്ട് ഞാൻ കറക്റ്റ് 2 കപ്പ് ആട്ടപ്പൊടി എടുത്ത അതേ കപ്പ് കൊണ്ടല്ല 2 കപ്പ് വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഒരു ദോശമാവിൻ്റെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ നെയ്യും ചേർത്ത് നന്നായി ഇതേപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മുടെ ദോശത്തവ ചൂടാക്കി ഇതേപോലെ ഓരോ ദോശയായി ഉണ്ടാക്കിയെടുക്കാം. പായസത്തിന് ആവശ്യമായിട്ടുള്ള തേങ്ങാക്കൊത്തും കുറച്ച് കാഷ്യൂനട്ടും കുറച്ച് കിസ്മിസും എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 കപ്പ് പൊടി ഉപയോഗിച്ച് എനിക്ക് ഇവിടെ ഒരു 7 മീഡിയം സൈസ് ദോശയാണ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. ഈ ദോശ തണുക്കാനായി വയ്ക്കാം. ആ സമയം നമുക്ക് പായസം ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് നമുക്ക് ആദ്യം തേങ്ങ വറുത്തെടുക്കാം. തേങ്ങ വറുത്ത് വരുമ്പോൾ അതിനോട് കൂടെ നമുക്ക് കാഷ്യൂനട്ടും കിസ്മിസും വറുത്ത് കോരി മാറ്റിയെടുക്കാം. ഇനി നമ്മുടെ ദോശയെല്ലാം നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഈ ദോശ നമുക്ക് ചെറുതായി ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. ദോശ ചെറുതാക്കി കട്ട് ചെയ്ത് ചെറിയ അടകളാക്കണമെങ്കിൽ അങ്ങനെയാക്കി എടുക്കാം. അല്ലെങ്കിൽ നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ ഇത് കുറച്ചും കൂടി ചെറുതായി വരും. ഇനി പായസം ഉണ്ടാക്കുന്ന പാത്രത്തിൽ കുറച്ചും കൂടി നെയ്യ് ഒഴിച്ച് അതിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതേപോലെ നുറുക്കി വെച്ചിരിക്കുന്ന ഈ അടയനെ അതിലിട്ട് നന്നായി വഴറ്റിയെടുക്കണം. എല്ലാ അടയും നെയ്യൊക്കെ ആയി നല്ലൊരു വഴറ്റിയെടുക്കുക. ഇപ്പം അട നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. നെയ്യിലെല്ലാം കിടന്ന് ഞാനിവിടെ 300 ഗ്രാം ശർക്കരയാണ് എടുത്ത് പാനിയാക്കി വെച്ചിരിക്കുന്നത്. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായി തിളപ്പിച്ചെടുത്താണ് ശർക്കര പാനി. ആ ശർക്കര പാനി ഈ അടയിലേക്ക് ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം. വഴറ്റി കൊടുക്കുമ്പോൾ നമുക്ക് അട വേണമെങ്കിൽ ഒന്ന് ചെറുതാക്കി എടുക്കണമെങ്കിൽ ഇതിലൊന്ന് ഉടച്ചു കൊടുക്കാം. ഇപ്പോൾ അടയും ശർക്കരയും നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം എടുത്ത് വെച്ച പാല് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് തിന്നായിട്ടുള്ള പാൽ ഒഴിച്ച് നന്നായി വേവിച്ചെടുക്കാം. അടയെല്ലാം നന്നായി വെന്ത് കുറുകി സെറ്റായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കട്ടിയുള്ള പാല് ചേർത്ത് വേവിച്ചെടുക്കാം. ഇപ്പോൾ പായസം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഏലക്ക പൊടിച്ചതും ജീരകം ചേർത്ത് പൊടിച്ചതാണിത്. ഈ പൊടി അതിൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച തേങ്ങാക്കൊത്തും കാഷ്യൂനട്ടും കിസ്മിസും എല്ലാം ചേർത്ത് പായസം നന്നായി ഇളക്കിയിടും. അപ്പം നല്ല സ്വാദിഷ്ടമായ അടപ്രഥമൻ. ഇതിപ്പോൾ ഇതിൽ അമൃതം പൊടി ചേർത്തിട്ടുണ്ടെന്നോ ഒന്നും മനസ്സിലാവില്ല. നല്ല ടേസ്റ്റാണ്. ഒരു വട്ടെങ്കിലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ ഈ പായസം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അട വേവണ സമയം ഒന്നും വേണ്ട. 2 ദോശ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കി വയ്ക്കാം, തേങ്ങാപ്പാൽ എടുത്ത് വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഒരു 10 മിനിറ്റിൽ അടപ്രഥമൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടപ്രഥമൻ ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഈ ഓണത്തിന് എന്തെങ്കിലും ഒരു ദിവസം ഈ ഒരു പ്രഥമൻ തയ്യാറാക്കി നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ഓണം.